ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നല്ല നിലത്ത് വീണ വിത്തുകൾ നൂറുമേനി ഫലം നൽകുകയും കൃഷിക്കാരൻ്റെ ആഗ്രഹത്തിനൊത്ത് വളരുകയും ചെയ്തതുപോലെ കർത്താവായ ദൈവമേ, അങ്ങ് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്ന ഞങ്ങളെ അങ്ങ് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഫലം പുറപ്പെടുവിക്കാൻ അവിടുന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. അങ്ങയ്ക്ക് വേണ്ടി ഫലം പുറപ്പെടുവിക്കുന്നവരായി തീരാൻ, അങ്ങനെ ജീവിതത്തിൻ്റെ സന്തോഷം അനുഭവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ, ഈ തിരുവചന ധ്യാനത്തിലൂടെ ഞങ്ങൾക്കൊരു പുതിയ കാഴ്ചപ്പാടും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള അവബോധവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പേരിന് കാരണഭൂതരായിരിക്കുന്ന വിശുദ്ധരെ, മോക്ഷവാസികളെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. ആമേൻ. വിശുദ്ധ മാർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 12 മുതലുള്ള തിരുവാക്യങ്ങൾ. അടുത്ത ദിവസം അവൻ ബഥാനിയയിൽ നിന്ന് വരുമ്പോൾ അവന് വിശക്കുന്നുണ്ടായിരുന്നു. അകലെ തളിരിട്ട് നിൽക്കുന്ന ഒരു അത്തി മരം കണ്ട് അതിലെന്തെങ്കിലും ഉണ്ടാകുമെന്ന് വിചാരിച്ച് അടുത്തു ചെന്നു. എന്നാൽ ഇലകളല്ലാതെ മറ്റൊന്നും അവൻ കണ്ടില്ല. അത് അത്തിപ്പഴങ്ങളുടെ കാലമല്ലായിരുന്നു. അവൻ പറഞ്ഞു, ആരും ഇനി ഒരിക്കലും നിന്നിൽ നിന്നും പഴം തിന്നാതിരിക്കട്ടെ. അവൻ്റെ ശിഷ്യന്മാർ ഇത് കേട്ടു. ബാല്യം കൗതുകങ്ങളുടെയും വിസ്മയങ്ങളുടെയും കാലം. എൻ്റെ ബാല്യത്തിൻ്റെ ഒരു നല്ല ഓർമ്മ കുറേ ജീവികളെ വളർത്താനായിട്ട് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. വീട്ടിലൊത്തിരി ദാരിദ്ര്യമാണെങ്കിലും പ്രാവും ആടും അങ്ങനെയുള്ള ചില ജീവവർഗങ്ങളെയൊക്കെ വളർത്താൻ ഒത്തിരിയുള്ള സന്തോഷവും സ്നേഹവും ഒക്കെ ഉണ്ടായിരുന്നു എൻ്റെ കുടുംബത്തിൽ. അപ്പം അങ്ങനെ വളർത്തുന്ന കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ജീവി എന്ന് പറയുന്നത് അണ്ണാറക്കണ്ണനാണ്. എൻ്റെ വീട്ടിൽ അത് കൂടില്ലാതെ വീട്ടിലെ ഒരു അംഗത്തെ പോലെ കഴിഞ്ഞിരുന്ന ഒരു അണ്ണാറക്കണ്ണൻ എൻ്റെ വീട്ടിലുണ്ടായിരുന്നു. അപ്പം അതിനെങ്ങനെ ലാളിച്ചും ഓരോ ദിവസവും പ്രഭാതം കാണാനുള്ളൊരു ആഗ്രഹം, വലിയൊരു ആഗ്രഹമുള്ളത് ഈ അണ്ണാറക്കണ്ണൻ്റെ കൂടെയുള്ള കുറച്ച് ജീവിതമൊക്കെ എന്ന് സ്വപ്നം കണ്ടിട്ടൊക്കെയാണ്. അപ്പം അതിന് ഈ ഒരു ജീവിയോടുള്ള ഇഷ്ടം അതിൻ്റെ ശരീരഘടനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടതൊക്കെയാണ്. കാണാനായിട്ട് വളരെ ക്യൂട്ടായിട്ടുള്ള, അല്ലെങ്കിൽ അതിൻ്റെ മുകളിലുള്ള അതിൻ്റെ ശരീരത്തിൻ്റെ പുറം ഭാഗത്തുള്ള അതിൻ്റെ 3 ഒരു പ്രത്യേക രീതിയിലുള്ള അതിൻ്റെ കളർ കോമ്പിനേഷനൊക്കെ വല്ലാത്ത ഒരു സൗന്ദര്യമായിട്ടും അല്ലെങ്കിൽ ഒരു വല്ലാത്തൊരു ആകർഷണമൊക്കെ ആയിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പം അത് എങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം, ഈ ഒരു അണ്ണാർക്കണ്ണനെ ലഭിച്ചതിനെ കുറിച്ചൊക്കെയുള്ള ഐതിഹ്യങ്ങളും അല്ലെങ്കിൽ ഒരു കഥയൊക്കെ നമ്മളൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ട്. സംഭവം ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ആ ഒരു ഐതിഹ്യം പറയുന്നത് ഇങ്ങനെയാണ്: അണ്ണാറക്കണ്ണനും തന്നാലായത് എന്നൊക്കെ പറഞ്ഞിട്ട്. അത് അവരുടെ ഹൈന്ദവ പാരമ്പര്യങ്ങളുടെ ഒക്കെ അനുസരിച്ചുള്ള ഐതിഹ്യങ്ങളുടെ ഒരു വിഭാഗത്തിലുള്ള ശ്രീരാമൻ ഒരു വലിയൊരു കാര്യം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക. ഒരു പാലം പോലെയുള്ള ഒരു കാര്യം, ഒരു വെള്ളത്തെയൊക്കെ തടുത്തു നിർത്തി ഒരു കാര്യം ചെയ്യാം. അപ്പോൾ ഈ ശ്രീരാമൻ പറഞ്ഞിട്ടുണ്ട് അവിടെയുള്ള നാട്ടുകാരുടെ മുഴുവൻ ഇതിനോട് സഹകരിക്കണം, നമ്മൾ ഒരുമിച്ച് ഇങ്ങനെ ഒരു കാര്യം മണ്ണ് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുവന്ന് ചിറകെട്ടി നിർത്തുന്ന ഒരു കാര്യത്തെക്കുറിച്ചൊക്കെയാണ് അവരോട് പറഞ്ഞിരുന്നത്. അപ്പോൾ കുറേ പേര് നോക്കുമ്പോൾ, ശ്രീരാമൻ നോക്കുമ്പോൾ അധികം പേരൊന്നും കാണുന്നില്ല. അതിങ്ങനെ വളരെ ക്രൂഷ്യൽ സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ ഇദ്ദേഹത്തിനെ അമ്പരപ്പെടുത്തിക്കൊണ്ട് ഒരു ചെറിയ ജീവി ഇങ്ങനെ ചെയ്യാണ്. ഈ ചെറിയ ജീവി ചെയ്യുന്നത് ഇങ്ങനെയാണ്: വേഗം പോയിട്ട് വെള്ളത്തിൽ പോയിട്ട് ഒന്ന് മുങ്ങി നിവരുന്നു, പിന്നെ പോയിട്ട് അവിടെയുള്ള മണ്ണിൽ ഇങ്ങനെ ചെരിഞ്ഞു മറിഞ്ഞ് കുറച്ച് നേരം നീങ്ങുന്നു. അതിനുശേഷം ഈ പറയുന്ന ഇവരെ ഉണ്ടാക്കുന്ന ഈ ബണ്ടിൻ്റെ അവിടെ കൊണ്ടുപോയിട്ട് ഈ മണ്ണ് ഇങ്ങനെ കുടഞ്ഞ് പിന്നെയും തിരിച്ചു വന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം. അപ്പം ഇങ്ങനെ ശ്രീരാമന് വളരെ കൗതുകം തോന്നിയെന്നൊക്കെയാണ് അതിൻ്റെ ഐതിഹ്യം പറയുന്നത്. അപ്പം ഇങ്ങനെ കുറേ നേരം ഈ കാണുന്ന ജീവി ഇങ്ങനെ ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ജീവിയുടെ അടുത്ത് ശ്രീരാമൻ ചോദിക്കുകയാണ്, എന്താണ്, വാട്ട് ആർ യു ഡൂയിങ്, എന്താ ചെയ്തുകൊണ്ടിരിക്കണേ ചോദിക്കുക. അപ്പോൾ ഈ അണ്ണാറക്കണ്ണൻ സംസാരിച്ചു എന്നാണ് ഈ ഒരു ഐതിഹ്യം പറയണത്. ശ്രീരാമ, എന്നെക്കൊണ്ട് പറ്റുന്ന ഒരു കാര്യം ഞാൻ ചെയ്യാം. എനിക്ക് വലിയ രീതിയിൽ മണ്ണെടുത്ത് ഇവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുപോകാനോ അല്ലെങ്കിൽ മനുഷ്യർ ചെയ്യുന്നത് പോലെയോ ഒന്നും എനിക്ക് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എങ്ങനെയാണ്, എൻ്റെ ഈ ശരീരത്തിലേക്ക് വെള്ളമാവുമ്പോൾ അതിൽ ഞാനിങ്ങനെ മണ്ണിൽ കിടന്നുരുളുമ്പോൾ കുറച്ച് മണ്ണെനിക്ക് കിട്ടും. ഈ മണ്ണ് ഞാൻ അവിടെ കൊണ്ടുപോയിട്ട് നിക്ഷേപിക്കും. ശ്രീരാമന് എൻ്റെ പരിശ്രമം കൊണ്ട് ഒരു ഉപകാരം ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ച് ചെയ്യണതാ എന്ന് പറയുന്ന ഒരു ചെറിയൊരു സംഭവം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ശ്രീരാമന് ഒത്തിരി സന്തോഷം തോന്നുകയും ഈ ചെറിയ ജീവിനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഈ ഇദ്ദേഹത്തിൻ്റെ 3 വിരൽ കൊണ്ട് അതിങ്ങനെ തടവുക എന്ന് പറയണം. ഇങ്ങനെ തടവുന്നതിൻ്റെ ഫലമായിട്ടാണ് ഈ അണ്ണാറക്കണ്ണന് ഇത്രയും ഭംഗിയുള്ള 3 നിറത്തിലുള്ള ഇത്രയും ഒരു ആകർഷകമായ ഒരു രൂപഭംഗി വന്നേ എന്നൊക്കെ നമ്മൾ വായിച്ചു കേട്ടിട്ടുണ്ട്.
അപ്പം ഇത് ചെറുപ്പത്തിൽ നമ്മൾ ഇതൊരു കഥ പോലെ വായിച്ച് കേൾക്കുന്നതിൻ്റെ ഒരു ഗുണപാഠമായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്. അണ്ണാറക്കണ്ണൻ തന്നാലാകുന്നത് ചെയ്തു കഴിഞ്ഞപ്പോൾ അവരുടെ ആ വലിയ രാജാവിൻ്റെ, ശ്രീരാമൻ എന്ന് പറയുന്ന മനുഷ്യൻ്റെ പ്രീതിക്ക് പാത്രീഭൂതനായി എന്ന് പറയാം. ഇനി ഇത് നമ്മളുടെ നിത്യജീവിതമായിട്ട് വലിയ ബന്ധമുള്ള ഒരു കഥയൊക്കെ ആയിട്ട് നമുക്കിത് വ്യാഖ്യാനിക്കാവുന്നതാണ്. അത് ഇത്രയേ ഉള്ളൂ. നമ്മളെക്കൊണ്ട് പറ്റുന്ന പരിശ്രമം ഉള്ളിടത്തു മാത്രമാണ് ജീവിതത്തിൽ വിജയം ഉണ്ടാവുള്ളൂ എന്ന് പറയാം. ഈ അത്തിവൃക്ഷത്തെ ഈശോ ശപിക്കുന്ന ഒരു തിരുവചനവുമായിട്ട് ഇതിനെ ഒന്ന് ബന്ധപ്പെടുത്തി വായിക്കുമ്പോൾ കാണുന്നത് ഇങ്ങനെയാണ്. എന്തുകൊണ്ടാണ് ഈ അത്തിവൃക്ഷത്തെ ഈശോ ശപിച്ചതെന്ന് ചോദിക്കുമ്പോൾ അതിൻ്റെ ഒരു വ്യാഖ്യാനം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്: പരിശ്രമിക്കാനായിട്ട് മനസ്സില്ലാത്ത, അല്ലെങ്കിൽ ഫലം പുറപ്പെടുവിക്കാനായിട്ട് മനസ്സില്ലാത്ത ഒരു വൃക്ഷത്തെയാണ് ദൈവം ഇങ്ങനെ ശപിക്കുന്നത്. ആ നാട്ടിൽ കുറേ അത്തിവൃക്ഷങ്ങളുണ്ട്. എന്നിട്ട് എന്തുകൊണ്ടാണ് ഈ അത്തിവൃക്ഷത്തെ മാത്രം ഈശോ ശപിക്കണം? വേണമെങ്കിൽ ഈശോയ്ക്ക് പറയായിരുന്നു, ആ പ്രദേശത്തുള്ള മുഴുവൻ അത്തിവൃക്ഷങ്ങളും നശിച്ചു പോട്ടെ, ഇനി ഒരു കാലത്തും അത്തിവൃക്ഷം ഉണ്ടാവരുത് എന്നൊക്കെ വേണമെങ്കിലൊക്കെയുള്ള ഒരു ലോങ് ടൈം ശപിക്കുന്ന രീതിയിൽ ഈശോയ്ക്ക് ചെയ്യായിരുന്നു. പക്ഷെ ഈശോ ചെയ്യണത് ദ പെർട്ടിക്കുലർ ആ ട്രീനെ മാത്രം ഇങ്ങനെ ശപിക്കണതാണ്. അപ്പം അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് പരിശ്രമിക്കാനുള്ള മനസ്സില്ലാത്തത് കൊണ്ടാന്ന് പറയും. പിന്നെ ഈ തിരുവചനത്തിലൂടെ കേൾക്കുന്ന എൻ്റെ ശാലോമിലുള്ള നമ്മുടെ എല്ലാവരുടെയും ഈ ഒരു കൂട്ടായ്മയിലുള്ളവരെ ഒന്ന് ആലോചിക്കാനുള്ളത്, എൻ്റെ ജീവിതത്തിൽ പരിശ്രമിക്കാനുള്ള ഒരു അവസ്ഥയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ശരിക്കും പരിശ്രമിക്കണ ഒരു മനുഷ്യനാണോ, അല്ലെങ്കിൽ എൻ്റെ ഇത്ര നാളുള്ള ജീവിതത്തിൽ നിന്ന് എന്ത് ഫലമാണ് ഞാൻ എൻ്റെ ദൈവത്തിനും എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ കൊടുത്തിട്ടുള്ളത്? അപ്പോൾ ആരെങ്കിലും വന്നിട്ട് എന്നോട് ചോദിക്കുക, നിനക്ക് എനിക്ക് തരാനുള്ള ഫലം എന്താ? അല്ലെങ്കിൽ ഈശോ ചോദിക്കുക, നിനക്ക് നിൻ്റെ ജീവിതത്തിൽ നിന്നുള്ള ഫലം എനിക്ക് താന്ന് പറഞ്ഞാൽ എനിക്ക് എന്താ ഈശോയ്ക്ക് കൊടുക്കാനായിട്ട് പറ്റിയിട്ടില്ല? എൻ്റെ നാട്ടുകാർക്ക്, എൻ്റെ കുടുംബത്തിന് അങ്ങനെ എന്തെങ്കിലും കൊടുക്കാൻ പറ്റിയിട്ടുണ്ടോ എന്നൊരു ചോദ്യം ഈ ഒരു ഭാഗത്തിൽ നിന്ന് നമ്മളോട് ഇന്ന് ചോദിക്കുന്നുണ്ട്. നമുക്കിന്ന് ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കാം. പരിശ്രമിക്കുന്ന മനുഷ്യർ ആണ് ഈ ലോകത്തെയൊക്കെ ഒത്തിരി കീഴ്മയിൽ മറക്കുന്നത്, അല്ലെങ്കിൽ കുറേ മേഖലകളെ നവീകരിച്ചിട്ടുള്ളത്. അത് ചരിത്രത്തിലേക്കൊക്കെ ഒന്ന് കടന്നു വരുമ്പോൾ നമുക്ക് കണ്ടെത്താവുന്ന വ്യക്തികൾ ഒരുപാടാണ്. അതിൽ വലിയൊരാളെന്നുള്ളത് നമുക്കൊക്കെ അറിയണം, അമേരിക്കയിലുള്ള എബ്രഹാം ലിങ്കണൊക്കെയാണ്. നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എബ്രഹാം ലിങ്കൺ ആദ്യത്തെ മത്സരത്തിലാണ് നിന്ന് അവിടുത്തെ ഏറ്റവും വലിയ പ്രസിഡൻ്റായിട്ടൊക്കെ തീർന്നെന്നുള്ളത്? അദ്ദേഹത്തിൻ്റെ ആ ഒരു വായനയൊക്കെ നമുക്ക് കിട്ടുന്നത് വളരെ ശക്തമായിട്ടാണ്. പല സമയങ്ങളിൽ ഏതാണ്ട് ഒരു 10-20 തവണയിലധികം തവണ മത്സരത്തിൽ നിന്ന് തോറ്റൊരു മനുഷ്യനാണ്. വേണമെങ്കിൽ ഇനി പരിശ്രമിക്കണ്ട എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് പിന്മാറായിരുന്നു. എത്ര സാഹചര്യങ്ങളുണ്ടായിരുന്നു, എല്ലാവരും ഇദ്ദേഹത്തെ കളിയാക്കുന്നുണ്ട്. ചെരുപ്പൂത്തിയായ അപ്പൻ്റെ മകനായ നീ ഒരിക്കലും അമേരിക്കയുടെ ഒന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് തള്ളിക്കളഞ്ഞതാണ് ആ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ. പക്ഷെ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ ഒരു തീയുണ്ട്, പരിശ്രമത്തിൻ്റെ ഒരു തീയെ ഇദ്ദേഹം ഉള്ളിൽ സൂക്ഷിക്കുക. ഈ സൂക്ഷിച്ചതിൻ്റെ പേരിലാണ് പിന്നീട് വർഷങ്ങൾ കഴിയുമ്പോൾ അമേരിക്കയുടെ മുഴുവൻ ഹൃദയം അറിയുന്ന ഒരു പ്രസിഡൻ്റായിട്ട് ഈ പറയുന്ന എബ്രഹാം ലിങ്കൺ മാറുന്നത്. എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങളിലൊക്കെ ഇദ്ദേഹം ആ നാട്ടുകാരോട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: പരിശ്രമിക്കുന്നവർക്കാണ് എന്തെങ്കിലുമൊക്കെ ആയിട്ട് തീരാനായിട്ട് പറ്റുള്ളൂ എന്ന്. രണ്ടാമത്തെ ഒരു ഉദാഹരണം നമുക്ക് നമ്മുടെ ഈ ഭാരതത്തിൽ നിന്നൊക്കെ എടുക്കുമ്പോൾ അബ്ദുൽ കലാമാണ്. അബ്ദുൽ കലാം എന്ന് പറയുന്ന മനുഷ്യനെ ഇപ്പോൾ പോലും അദ്ദേഹത്തിൻ്റെ മരണശേഷം പോലും ഒക്കെ എത്ര യുവജനങ്ങൾ ഇത്രയും പിന്നാലെ ഇദ്ദേഹത്തിൻ്റെ ഐഡിയോളജി ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണേ. ഇദ്ദേഹം ആ ചെറുപ്പത്തിൽ തന്നെ ഈ പേപ്പർ വിറ്റ് നടക്കുന്ന സമയത്തും ആ കാലഘട്ടങ്ങളിൽ പോലും ഇദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഇദ്ദേഹത്തിനൊരു ഒരു അവസ്ഥയുണ്ട്, പരിശ്രമിക്കുമ്പോൾ ലോകത്തിൽ എന്തെങ്കിലുമൊക്കെ നടക്കും എന്നുള്ളത്. മൂന്നാമത്തെ ആള് നമുക്കൊക്കെ ഈ ഒരു കേരളത്തിൻ്റെ പശ്ചാത്തലമൊക്കെ ഏറ്റെടുക്കുന്ന ഈ EU തോമസ് എന്ന് പറയുന്ന നവജീവൻ്റെ ഒരു ആ സ്ഥാപനമൊക്കെ നടത്തിക്കൊണ്ടുവരുന്ന അപ്പച്ചനാണ്. അദ്ദേഹത്തോട് തോന്നുന്ന വല്ലാത്തൊരു ആദരവ് എന്നൊക്കെ പറയണത് ഇത്രയും മനുഷ്യരെ ഈ പറയുന്ന തോമസ് ചേട്ടൻ ഇങ്ങനെ സൂക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ പ്രായത്തിൽ വേണമെങ്കിൽ അദ്ദേഹത്തിന് വേണമെങ്കിൽ പുതച്ച് വീട്ടിൽ കിടന്നുറങ്ങേണ്ട മനുഷ്യനാണ് ഇത്രയും മനുഷ്യർക്ക് വേണ്ടിയിട്ട് ഇപ്പോഴും ഇങ്ങനെ പരിശ്രമിക്കാനുള്ള കനല് ഉള്ളിൽ സൂക്ഷിച്ചുകൊണ്ടിരിക്കണേ. ഇപ്പോൾ സ്ത്രീയ സ്നേഹിതർ, നമുക്കറിയാം നമ്മളുടെ ഈ ഒരു ലൈഫ് എന്ന് പറയുന്നത് 2 സാധ്യതകൾ വെച്ച് നീട്ടുന്നുണ്ട്. ഒന്ന്, വളരെ സിമ്പിളായിട്ട് ഒന്നും ചെയ്യാതെ നമുക്ക് ഈ ലോകത്തിൽ കടന്നു പോവാം. രണ്ടാമത്തെ സാധ്യത എന്ന് പറയുന്നത് എനിക്ക് പരിശ്രമിച്ച് ഈ ലോകത്തെ എന്തെങ്കിലും ചെയ്യാം. ആ ജീസസ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന ഒരു സംഘടനയും അല്ലെങ്കിൽ ആ ഒരു പ്രസ്ഥാനത്തിൻ്റെയൊക്കെ നേതാവ് തൃശ്ശൂർ രൂപതയിൽ നിന്നുള്ള ഒരു അച്ഛനും കുടിയനച്ഛനും ഒക്കെ ചേർന്നിട്ടാണ്. അപ്പോൾ അതിൽ വർഗീസ് കരിപ്പേരി എന്ന് പറയുന്ന തൃശ്ശൂർ അതിരൂപതയിലുള്ള ഈ അച്ഛൻ ഇങ്ങനെ പറയുന്ന ഒരു കാര്യമാണ്. അത് ലോകത്തോടായിട്ട് പറയുന്ന കാര്യം ഇങ്ങനെയാണ്: സെമിനാരിയിൽ പഠിക്കുമ്പോൾ ഉള്ള ഒരു പ്രവർത്തിക്കാനുള്ള ഒരു മനസ്സാണ് ഇന്ന് കാണുന്ന ഈ ജീസസ് ഫ്രറ്റേണിറ്റി എന്ന് പറയുന്ന കാര്യത്തിൽ ഡെവലപ്പ് ആവാനായിട്ട് കാരണം. അദ്ദേഹം എപ്പോഴും പറയുന്ന കാര്യം, നമുക്ക് ഈ ലോകത്തെയൊക്കെ ഒന്ന് എന്താ പറയുക തിരിച്ചു വെക്കാനോ മറച്ചു വെക്കാനോ ഒന്നും പറ്റില്ല. പക്ഷെ നമ്മൾ മരിക്കുന്നതിന് മുമ്പ് ഒന്ന് തോണ്ടിപ്പോന്നൂടെ? അച്ഛൻ്റെ ഭാഷ എങ്ങനെയാണ്? തോണ്ടിപ്പോന്നൂടെ നമുക്ക്? എൻ്റെ പരിശ്രമം വഴിയായിട്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യാന്നുള്ളത്.
തൃശ്ശൂർ അല്ലെങ്കിൽ ഞങ്ങളിപ്പോൾ ഈ ആദരവോടുകൂടെ കാണുന്ന ഈ വർഗീസ് അച്ഛൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് 1 മിനിറ്റ് നേരം ഇങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല എന്നുള്ളതാണ്. ഈശോയ്ക്ക് വേണ്ടിയിട്ടുള്ളൊരു കനൽ സൂക്ഷിച്ചിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. നമുക്കുള്ള ഒരു ഇന്നത്തെ നമ്മുടെ ഏറ്റവും വലിയൊരു ആവശ്യം എന്ന് പറയുന്നത്, അതല്ലെങ്കിൽ ഇത് നമ്മുടെ മാനവ വികസനത്തിൻ്റെ ഒരു മേഖല എന്ന് പറയുന്നത് പരിശ്രമിക്കാനുള്ള ഒരു ആഗ്രഹം രൂപപ്പെടുക എന്നുള്ളതാണ്. അതില്ലാതിരിക്കുമ്പോഴാണ് കർത്താവ് ഇങ്ങനെ ഈ പറയുന്ന അവസ്ഥയിലേക്കൊക്കെ കൊണ്ടുവരുന്നത്. കർത്താവ് പറയുന്ന ആ ഒരു ഉപമ, താലന്തുകളുടെ ഉപമയൊക്കെ നമ്മൾ എന്താ പറയുക, സ്ഥിരപരിചയമല്ലേ ഇത്. 10 താലന്ത് കിട്ടിയവൻ അത് 10 കൂടി ആക്കാനുള്ള ഒരു പരിശ്രമം നടത്തിയതിൻ്റെ പേരിൽ കർത്താവ് അവനതിൻ്റെ മേൽനോട്ടം ഏൽപ്പിക്കുക. 5 കിട്ടിയവനാവട്ടെ അത് 5 കൂടെ, 2 കിട്ടുന്നവൻ അത് 4 ആക്കുക. അതിൽ ഒരാൾ എന്ത് ചെയ്യുക, സൂത്രപ്പണി ചെയ്യണ പോലെ അത് കുഴിച്ചിട്ടിട്ട് പരിശ്രമിക്കാനുള്ള ഒരു കാര്യം അവൻ ചെയ്യുന്നില്ല. അങ്ങനെ ഒരു കാര്യം ചെയ്യാതിരിക്കുന്നവനെ കർത്താവ് ഇങ്ങനെ തെരഞ്ഞു പിടിക്കണ പോലെ യജമാനൻ വന്നിട്ട് എന്ത് ചെയ്യുക, അവൻ്റെ കയ്യിലുള്ളത് അടക്കെടുത്ത് മറ്റുള്ളവരുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോവാം. അപ്പം ഇത് നമ്മളുടെ ഓരോ പ്രഭാതത്തിലും ഇങ്ങനെ ഓർക്കണം, ഞാനിന്ന് പരിശ്രമിക്കാനാണോ കണ്ണു തുറക്കണേ, അതോ അലസതയോടുകൂടെ ജീവിക്കാനാണോ? ചില സ്ഥാപനങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ നമ്മൾ ഈ ഒരു കാര്യം കാണില്ലേ. ചില സ്റ്റാഫുകളൊക്കെ എത്ര ഭംഗിയായിട്ട് ആ സ്ഥാപനത്തോട് ഇത് കാണിച്ചുകൊണ്ടിരിക്കണേ. പലപ്പോഴും വലിയൊരു ആദരവോടുകൂടിയൊക്കെ കാണുന്ന ഒരു പ്രസ്ഥാനമാണ് ഈ ശാലോമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഞാൻ വല്ലപ്പോഴൊക്കെ വന്ന് ഈ ഒരു കാര്യത്തിന് വരുന്നതാണ്. ഇപ്പം പല സ്ഥലങ്ങളും മറ്റു സ്ഥലങ്ങളിൽ പോയിട്ട് ഇവിടെ വരുമ്പോൾ ഉള്ള ഒരു സന്തോഷം എന്നുള്ളത് ഇവർ കാണിച്ചുകൊണ്ടിരിക്കണ ഈ ഒരു പരിശ്രമത്തിൻ്റെയാണ്. ഒരു ലൈറ്റ് പോകുമ്പോൾ അതല്ലെങ്കിൽ മറ്റേതെങ്കിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഒരു ടൈമൊക്കെ കഴിഞ്ഞാൽ അത് കഴിഞ്ഞ് വേണമെങ്കിൽ നിർത്തി അവസാനിപ്പിച്ച് പോവാം, ഇനി നാളെ ആവട്ടെ അല്ലെങ്കിൽ പിന്നെ ആവാന്നൊക്കെ പറഞ്ഞ് പോകാനുള്ള സാധ്യതകളുണ്ട് ഈ മക്കൾക്ക്. പക്ഷെ ഇവർ ചെയ്യുന്നത് എന്താ, അതിനു വേണ്ടിയുള്ള കർത്താവിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാനുള്ള ഒരു തീ സൂക്ഷിച്ചിട്ട് എവിടെയാണെങ്കിൽ അതിൻ്റെ കലവറക്കാരൻ എവിടെയാണെങ്കിൽ അതല്ലെങ്കിൽ അതിൻ്റെ ട്യൂബ് പോയത് എവിടെയാണെങ്കിൽ അത് പോയി എടുത്തു കൊണ്ടുവന്ന് അത് തുറന്നു കാണിക്കാനുള്ള ഒരു സന്മനസ്, അതിനൊക്കെ കൊടുക്കുന്ന കർത്താവ് നൽകുന്ന പ്രതിഫലത്തെക്കുറിച്ച് മാത്രമാണ് സ്നേഹമുള്ളവർ ശരിക്കും ആത്മീയത എന്ന് പറയുന്നത്. അതിലല്ലാതെ എല്ലാ സമയത്തും ഒരുമിച്ച് ഒരു സ്ഥലത്തിരുന്ന് കൂടിയിട്ട് ഹല്ലേലൂയ എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ദൈവം പ്രസാദിക്കുമെന്ന് സത്യമായിട്ട് ഉള്ളിൽ തോന്നുന്നില്ല. ഇത് പരിശ്രമിക്കാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ അമ്മമേരിനെയൊക്കെ നമ്മൾ ആ കാനായിലെ സംഭവമൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്തി എത്ര തവണ പറഞ്ഞുകൊണ്ടിരിക്കണേ. അമ്മ ഒരു പരിശ്രമം നടത്തുകയാണേ. അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പരിശ്രമം കൊണ്ട് ഒരു നാട്ടിൽ നിന്ന് അല്ലെങ്കിൽ ഒരു വീട്ടിൽ നിന്ന് ഒരു സങ്കടം ഇറങ്ങിപ്പോയില്ലേ. അവളൊരു ചെറിയ പരിശ്രമമാണ്. എൻ്റെ മോൻ്റെ അടുത്ത് പോയി ചോദിച്ചാലോ, വേണമെങ്കിൽ അവൾക്ക് വേണമെങ്കിൽ ചിന്തിക്കുക, എൻ്റെ ആരുമല്ലല്ലോ ഇത്, അല്ലെങ്കിൽ എന്നെ വിളിച്ച് കല്യാണത്തിന് അവരെ പോലെ എന്നെ ക്ഷണിച്ചിട്ടുള്ളൂ, എനിക്ക് വേണമെങ്കിൽ ഇവിടെ മിണ്ടാതിരിക്കാൻ കൈയെട്ടി നിൽക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങനെയൊക്കെ നിന്ന് നമ്മൾ ചിലരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ അതങ്ങനെ നടക്കട്ടെ ഇങ്ങനെ നടക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ചെയ്യായിരുന്നു. പക്ഷെ അമ്മ പോയിട്ട് അപ്പോൾ പോയി ഇടപെടുകയല്ലേ, പോയിട്ട് പറയാൻ മോനെ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലോ, എന്താ ചെയ്യുക. ഈശോ എന്ത് ചെയ്യുക, അവരെയും പഠിപ്പിക്കുക, പരിശ്രമിക്കാൻ മനസ്സ് കാണിക്കാൻ പറയും. ഈശോയ്ക്ക് വേണമെങ്കിൽ ചേർന്നില്ലേ 6 കൽഭരണി ഈശോ പറയുമ്പോൾ തന്നെ വന്നേനെ. ആ കൽഭരണിയിൽ മുഴുവൻ ഇങ്ങനെ ഒന്ന് തൊടുമ്പോഴേക്കും അതിൽ മുഴുവൻ ഇങ്ങനെ എന്തുണ്ടായേനെ, ഈ പറയുന്ന പുതുവീഞ്ഞിന്റെ സമൃദ്ധി ഉണ്ടാക്കിയില്ലേ. കർത്താവിന് അങ്ങനെ പറ്റില്ല. 5 അപ്പം കൊണ്ട് 10,000 5,000 തീറ്റിപ്പോറ്റാൻ പറ്റുന്ന കർത്താവിന് ഈ പറയുന്ന വെള്ളം വീഞ്ഞാക്കൽ ഇറ്റ് ഈസ് എ ഈസി ടാസ്ക്. പക്ഷെ ഈശോ ചെയ്യുന്ന ഒരു കാര്യമുണ്ട്, അവരുടെ അടുത്ത് പരിശ്രമിക്കാൻ പറയുന്നുണ്ട്. നിങ്ങളുടെ എത്രത്തോളം പരിശ്രമം ഉണ്ടോ അത്രത്തോളമാണ് കൃപ ഞാൻ തരുവുള്ളൂ. അതുകൊണ്ടാണ് അവരോട് പറയുന്നത്, നിങ്ങൾ ഈ 6 കൽഭരണിയിൽ വെള്ളം കൊണ്ടുപോകാം. ഇതൊരു ടെസ്റ്റാന്നേ, ഇതൊരു ടെസ്റ്റാ. അതിൽ നീ എപ്രകാരം വ്യാപരിക്കുന്നു എന്നുള്ളതാണ് ക്രിസ്തുവിനെ അറിയണ്ടേ. വേണമെങ്കിൽ പോയവർക്ക് വേണമെങ്കിൽ അതൊന്നും കൊണ്ടുവരാണ്ട് വരായിരുന്നു, അല്ലെങ്കിൽ ആ പോയവർക്ക് ആ വഴി പോകുമായിരുന്നു, വെള്ളമില്ല എന്ന് പറഞ്ഞിട്ട് വരായിരുന്നില്ലേ. അത്ര പെട്ടെന്നൊന്നും കാണില്ല, വെള്ളമൊന്നും കാണില്ല, വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപക്ഷെ കാനായിൽ വിവാഹം ഇരുന്ന് അങ്ങനെയാവും തോന്നുന്നുണ്ടാവും. നോ, ഇറ്റ് വിൽ നെവർ ഹാപ്പൻസ്. അവർ ചെയ്യണത് എന്താ, അവർ ഒരേ മനസ്സോടുകൂടെ പ്രവർത്തിക്കാൻ തീരുമാനിക്കുകയാണ്. എവിടെ വെള്ളമുണ്ടോ ആ വെള്ളം കൊണ്ടുവന്ന് ആ കൽഭരണിയിൽ അവർ നിറയ്ക്കുക. യോഹന്നാൻ ശ്ലീഹ അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. 2-ാം അധ്യായത്തിലൊക്കെ പറയുന്നത് ഇങ്ങനെയാണ്, അവർ വക്കോളം നിറച്ച് കഴിഞ്ഞ് അവരുടെ പ്രവർത്തനങ്ങളുടെ തലങ്ങൾ അവസാനിച്ചു കഴിഞ്ഞപ്പോൾ കർത്താവ് അവിടെ പ്രവർത്തിച്ചു കൊടുക്കുക. അതായത് നീ പ്രവർത്തിക്കാൻ തുടങ്ങുമ്പോഴാണ് കർത്താവ് നിന്നിൽ പ്രവർത്തിക്കുകയുള്ളൂ എന്ന് ചുരുക്കം. ഈ ഒരു തിരുവചനം കേട്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ മുമ്പിലുള്ള സാധ്യതകൾ, ഈ ഒരു അലസതയുടെ അനുഭവങ്ങളൊക്കെ ഇന്ന് വല്ലാതെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലത്ത്, ഈ ക്ലേശകാലത്തെയും അല്ലെങ്കിൽ ഈ സങ്കടങ്ങളുടെയൊക്കെ ഈ ഒരു കാണ്ഡത്തെ ഇങ്ങനെയൊക്കെ ഒന്ന് മാറ്റുന്ന, കഷ്ടകാലത്തിൻ്റെ ഈ കാണ്ഡത്തെയൊക്കെ മാറ്റാനുള്ള ഒരു പരിശ്രമം എനിക്കുണ്ടാവണം. പരിശ്രമിച്ച് നേടുന്നതിൻ്റെ ഒരു ചൈതന്യം സ്നേഹമുള്ളവർ ഉണ്ട്. ഒരു അപ്പച്ചനോട് എനിക്കുള്ള ഒരു വലിയൊരു ആദരവ് എന്നുള്ളത്, ആ അപ്പച്ചൻ പറഞ്ഞൊരു വാചകം എന്നെ ഇങ്ങനെ വല്ലാതെ സ്വാധീനിക്കുക. എൻ്റെ അച്ഛാ, എനിക്ക് എൻ്റെ വിയർപ്പിൻ്റെ ഒരു ഭവനമാണിത്. എൻ്റെ അപ്പനായിട്ടുണ്ടാക്കിയതോ അമ്മയായിട്ടുണ്ടാക്കിയതോ പൂർവ്വരായിട്ടുള്ളതോ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. എനിക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, എൻ്റെ അപ്പനും എൻ്റെ അമ്മയും വാങ്ങിയത് അല്ലെങ്കിൽ അവരുണ്ടാക്കിയത് ഞാൻ ഭക്ഷിക്കരുത്, എനിക്ക് എൻ്റെ നെറ്റിയിലെ വിയർപ്പുകൊണ്ട് ചെയ്യണം. ഇത്രയും സ്വത്തുണ്ടായിരുന്നു അച്ഛാ അപ്പച്ചൻ്റെയും അപ്പയുടെയൊക്കെ പേരിൽ. പക്ഷെ ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട,
ഇത് അപ്പനും അമ്മയ്ക്കും ഉള്ളത്, അമ്മയ്ക്ക് അവകാശപ്പെട്ടത് അപ്പന് അവകാശപ്പെട്ടതാന്ന് പറഞ്ഞിട്ട് അവർക്ക് കൊടുക്കുക. കേട്ടുകൊണ്ടിരിക്കുന്നവരുടെ അടുത്തൊരു സ്വകാര്യം പോലെ ചോദിക്കട്ടെ, നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഭക്ഷണമൊക്കെ നമ്മളുടെയാണോ? നമ്മളുടെയാണോ ശരിക്കും? ആരുടെയൊക്കെ പരിശ്രമമല്ല സ്നേഹമുള്ളവരെ. സെമിനാരിയിൽ ഓർക്കുന്നുണ്ട് ഒരു ചെറിയൊരു സംഭവമൊക്കെ. അതിങ്ങനെയാ, ഒരു ദിവസം നല്ല ഭക്ഷണമൊന്നും അല്ലായിരുന്നു, വൈകിട്ടൊക്കെ നല്ല കറികളൊന്നും അത്ര കറക്റ്റ് ആവാത്തതിൻ്റെ പേരിൽ ഞങ്ങളിങ്ങനെ കുറച്ച് പേര് പോയിട്ട് ഇങ്ങനെ റെക്ടസിൻ്റെ അടുത്തൊക്കെ കംപ്ലൈൻറ്റ് പറഞ്ഞ പോലെ, ഇതാണോ ഭക്ഷണം, മറ്റേ ഇസ്രായേൽക്കാർ പറഞ്ഞ പോലെ ഇതിനാണോ ഞങ്ങൾ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്ന പോലെ എന്നൊക്കെ പറയുന്ന രീതിയിലൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ അച്ഛനടുത്ത് പറയാം. അപ്പോൾ അത് കഴിഞ്ഞ് അച്ഛനിങ്ങനെ കുറച്ച് നേരം ഞങ്ങളോട് ഇങ്ങനെ വളരെ തന്മയത്തോടൊക്കെ പറഞ്ഞതിന് ശേഷം 2 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അച്ഛൻ ഇങ്ങനെ ഒരു വീഡിയോ ക്ലിപ്പിംഗ് പോലത്തെ ഒരു കാര്യങ്ങൾ കാണിച്ചു തരിക. എന്നിട്ട് പറയുക, സ്റ്റാഴ്സ, നമുക്ക് ഈ സെമിനാരി നിലനിൽക്കാനായിട്ട് നമുക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ബെനഫാക്ടേഴ്സിനെ നീ ഒന്ന് കാണുമെന്ന് പറയാം. അപ്പോൾ ഈ ബെനഫാക്ടേഴ്സിനെ കാണാമെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ കാണുമ്പോഴേ ഇവർ ചെയ്യണത്, വിദേശത്തുള്ള ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് പാവങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് അവർ അവിടെ കിടന്ന് പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഒത്തിരി കാര്യം, കാർ വാഷ് ചെയ്യാനും അവിടെയുള്ള വീടടിച്ചു വരാനും ഒക്കെ അങ്ങനെ അധ്വാനിച്ചിട്ട് കിട്ടുന്ന പൈസയാണ് തൃശ്ശൂരുള്ള കേരളത്തിലുള്ള എന്നെപ്പോലെയുള്ള ബ്രദർമാരെ നല്ല വൈദികരാവാൻ വേണ്ടിയിട്ട് ചിലവാക്കുന്നത്. അവരുടെ ഇല്ലായ്മയിൽ നിന്ന് അവർ പരിശ്രമിച്ച് കൊണ്ടുവരുന്ന തുട്ടുകൾ കൊണ്ടാണ് കേരളത്തിലുള്ള എന്നെപ്പോലെയുള്ള വൈദികർ ഒരു ഇതും ഇല്ലാതിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഇത്രയും ഭക്ഷണത്തിൻ്റെ കാര്യം ചെയ്യണത്. ഇത്രയും കാര്യം കണ്ടു കഴിഞ്ഞപ്പോൾ പിന്നെ ആ 3 തരം ഭക്ഷണത്തിനെ കുറിച്ച് പരാതി പോയിട്ട് പിന്നെ ജീവിതത്തിൽ ഒരിക്കലും പരാതി പറയാൻ തോന്നുന്നില്ല. കാരണം സെമിനാരിയിൽ പോവുക, റെഫറൻസ് പുസ്തകം എടുത്ത് പഠിക്കണു വായിക്കണു എന്നല്ലാതെ ഒന്നും മേലനങ്ങി ചെയ്യണതായിട്ടൊന്നും തോന്നാറില്ലേ. അപ്പം അതിനൊരു മാറ്റത്തിൻ്റെ ഒരു മണിമുഴക്കം പോലെ അച്ഛനിങ്ങനെ കാണിച്ചു തന്നിട്ട് പറയാ, ഇങ്ങനെ അവർ പരിശ്രമിക്കുന്നതിൻ്റെ പേരിൽ നിങ്ങൾ ഇത്രയെങ്കിലും ഒക്കെ ആയിട്ട് ജീവിച്ചുകൊണ്ടിരിക്കണേ. അവരങ്ങനെ പരിശ്രമിച്ചില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയല്ല. ചിലപ്പോഴൊക്കെ മക്കളൊക്കെ ഒന്ന് ഓർക്കണേ, സ്കൂളൊക്കെ തുറന്നുകൊണ്ടിരിക്കണേ ഈ ഒരു സമയത്തൊക്കെ ഒന്ന് ഓർക്കണേ, അപ്പൻ്റെയും അമ്മയുടെയും ഒക്കെ കൈയൊക്കെ ഒന്ന് ഇടയ്ക്കെടുത്തൊന്ന് നോക്കണത് നല്ലതാ. അവരുടെ കയ്യിലെ തയമ്പൊക്കെ അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ലേ. ഞാനൊക്കെ ഇടയ്ക്കെടുത്ത് വിചാരിക്കാറുണ്ട്, എൻ്റെ കയ്യിലൊന്നും ഒരു തയമ്പും ഇല്ലല്ലോ. പക്ഷെ എൻ്റെ അപ്പയുടെ കൈയൊക്കെ നോക്കിക്കഴിഞ്ഞാലേ തയമ്പൊക്കെ വന്നതൊക്കെ പൊട്ടിപ്പൊളിഞ്ഞിട്ടുള്ളതാണ്. അവർക്ക് പക്ഷെ അതിലൊന്നും പരാതിയില്ലാന്നേ. പരാതി ഉള്ളത് നമുക്ക്, വെറുതെ ഇരിക്കണം നമുക്കല്ലേ പരാതി. എന്നിട്ട് നമ്മൾ പറയണു നമ്മൾ നല്ല സ്കൂളിലാക്കിയില്ല, ഇതൊന്നും പോരാന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. ഇപ്പോൾ ദയവായിട്ട് ഈ വചനം കേൾക്കുന്ന അപ്പന്മാരും അമ്മമാരും ഉണ്ടെങ്കിൽ നിങ്ങൾ ആദരവോടുകൂടി കാണുകയാണ്. ഒപ്പം മക്കളെ ഈ ഒരു കാര്യമൊക്കെ ഒന്ന് പഠിപ്പിക്കുക. മക്കളിത് കേൾക്കുന്നവരുണ്ടെങ്കിലൊക്കെ ഒന്ന് ഇടയ്ക്കൊക്കെ നോക്കണം. ഈ സ്കൂളിലൊക്കെ പോയിട്ട് ഇത്രയും ചിലവൊന്നും വേണ്ട. ബർഗർ കഴിക്കാനും പിസ്സ കഴിക്കാനും ഒക്കെ മക്കൾ ചിലവഴിക്കുമ്പോഴൊക്കെ അത് ഈ അപ്പൻ്റെ അമ്മയുടെയൊക്കെ വേർപ്പാന്ന് ഓർക്കണം. അതിനൊക്കെ കണക്ക് കൊടുക്കേണ്ടി വരുന്ന കൂടെ ഒക്കെ ഒന്ന് ഓർക്കണം, നല്ലതാണ്. ചിലപ്പോൾ ഞാൻ ഈ തൃശ്ശൂരൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ ഇങ്ങനെ അവിടെയുള്ള ചില സ്ഥാപനങ്ങളിലേക്കൊക്കെ പോകുമ്പോഴേ നമുക്ക് അറിയുള്ള മുമ്പിരുന്ന ഇടവകലത്തെ മക്കളൊക്കെ വന്നിട്ട് വലിയ വലിയ ഹോട്ടലിലും വലിയ വലിയ കഫേയിലൊക്കെ വന്ന് കഴിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, ഇവരുടെ വീട്ടിലൊന്നും അതിനുള്ള അത്രയ്ക്കുള്ളതൊന്നുമില്ലല്ലോ. ഈ മക്കൾക്കുള്ള ഫീസ് കൊടുക്കുന്നത് പോലും അതിൽ നിന്ന് പോലും മാറ്റിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ സ്നേഹമുള്ളവരെ, ഈ ഒരു കാര്യമൊന്നും നമ്മൾ പരിശ്രമിക്കാതെ ഭക്ഷിക്കുന്നതിന് തുല്യം. ഇതൊരു കർത്താവ് നമ്മളെ ശപിക്കൂ എന്നുള്ളതൊക്കെ ഒന്ന് ഇടയ്ക്ക് ചിന്തിക്കണം, നല്ലതാണ്. ഈ ഒരു പരിശ്രമിക്കുന്നതിൻ്റെ കുറവുണ്ടെങ്കിൽ ഈ തിരുവചനം പറയുന്നുണ്ട് പരിശ്രമിക്കുക എന്നുള്ളത്. ഇനി എങ്ങനെയാണ് പരിശ്രമിക്കുന്നത്, എന്തിനാണ് പരിശ്രമിക്കുന്നത്? രണ്ട് കാര്യത്തിന് വേണ്ടിയിട്ട് ഒന്ന് പരിശ്രമിക്കാൻ തുടങ്ങാൻ പറ്റുമോ? നിന്റെ ചുറ്റുവട്ടത്തെ ഒന്ന് ഭംഗിയാക്കാനുള്ള ഒരു പരിശ്രമം ആവശ്യമാണ്. അല്ലെങ്കിൽ ഇപ്പം നമുക്കൊക്കെ തോന്നുന്നത് എന്തിനങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണം, ഇതിങ്ങനെ പോയാൽ മതിയില്ലേ? അതല്ല, ഈ ചുറ്റുവട്ടം കുറേയും കൂടി നീ വിചാരിച്ചാൽ നന്നാവുന്നേ. ഇപ്പം ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടി ഭംഗിയാക്കാനായിട്ട് നീ വിചാരിച്ചാൽ പറ്റും. നീ ഒന്ന് നോക്കി നോക്കി, നിന്റെ വീട്ടിലുള്ള വേസ്റ്റ് ബോക്സ് ഒക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടോ? അതിലുള്ള വേസ്റ്റ് ബോക്സ് ഒക്കെ ഇപ്പോൾ അവിടെ ഉണ്ടെങ്കിൽ അതിൽ വേസ്റ്റ് ഉണ്ടെങ്കിൽ കൊണ്ടെടുത്തിടാനുള്ള ബാധ്യത നിനക്കുണ്ട്. വീട്ടിലെ ടോയ്ലറ്റ് നീ ക്ലീൻ ആക്കിയിട്ടില്ലെങ്കിൽ അതല്ലെങ്കിൽ അത് അപ്പനും അമ്മയും തന്നെ ഒന്നും ചെയ്യണമെന്നില്ല, നിനക്കും പോയി ചെയ്യാം. ഒന്ന് ഭംഗിയാക്കാനായിട്ട് നിന്റെ വീടും നിന്റെ പരിസരമൊക്കെ ഒന്ന് ചെയ്യാം. ഇടവകയിൽ ശ്രമദാനം എന്നൊക്കെ പറഞ്ഞിട്ട് വരുമ്പോഴേ ശ്രമദാനത്തിനായിട്ട് വരണവരുടെ എണ്ണമൊക്കെ നമുക്കറിയാം. ആ ശ്രമദാനത്തിന് വന്ന് പ്രവർത്തിക്കുന്ന അതേ ആൾക്കാരുടെ വീടും നമുക്കറിയാം. അവരെ അതേപോലെ അത്രയും ഭംഗിയാക്കണ പോലെ തന്നെ ഈ ഇടവകയുടെ കാര്യങ്ങളും ഭംഗിയാക്കാൻ ആഗ്രഹിക്കുന്നവരോട് നമ്മൾ കാണുക. അതൊന്നും ഇല്ലാത്തവർ, വീടും ഇല്ല ഇടവകയും ഇല്ലാതെയൊക്കെ ഒരു പരിശ്രമവും ഇല്ലാത്ത, ഒരു ഭംഗിയാക്കാൻ ആഗ്രഹമില്ലാത്തവരെയും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. നമുക്ക് ഇങ്ങനെയൊന്ന് മനസ്സിൽ കൊണ്ടുവരാൻ പറ്റുന്നത്, നമ്മളായിരിക്കുന്ന ഈ ചുറ്റുവട്ടത്തെ കുറച്ചൊക്കെ ഒന്ന് ഭംഗിയാക്കുക എന്നുള്ളത് അത് എൻ്റെ കൂടെ അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻറ്റിൻ്റെ ഭാഗമാണ്. അത് ഞാൻ ചെയ്തില്ലെങ്കിൽ പിന്നെ ഞാനൊരു ക്രിസ്ത്യാനി അല്ല, അല്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഒരു രാഷ്ട്രീയ നേതാവ് ചിന്തിക്കണം, ഞാൻ വോട്ട് കിട്ടി ജയിച്ച് ഇന്ന ആൾക്കാരുടെ മുമ്പിൽ ഇത്രയും പ്രകടന പത്രികയും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു കാര്യം എൻ്റെ ഭാഗത്ത് നിന്നുണ്ടാവണം.
മന്ത്രിയായിട്ട് വലിയ ലൈറ്റ് ഇട്ടിട്ട് പോയ ആൾക്കാരുടെ മുമ്പിൽ അതൊക്കെ ബ്ലോക്ക് ആക്കിയിട്ട് കടന്നു പോണ ഒരു മന്ത്രിയായിട്ട് ഞാൻ മാറില്ല. എനിക്ക് എൻ്റെ നാടിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ പറ്റും. ഒരു അല്പം ഭംഗിയാക്കാനായിട്ട് എനിക്ക് ശ്രമിക്കണം. അതിനാണ് ഞാൻ പരിശ്രമിക്കുന്നത്. ഈ ചുറ്റുപാട് നന്നാക്കാനുള്ള ഒരു പരിശ്രമം. രണ്ടാമത്തെ, ഭാവി ഭാസുരമാക്കാനായിട്ട് എനിക്ക് ശ്രമിക്കണം. ഈ ദിവസങ്ങളൊക്കെ യൂട്യൂബിലും അല്ലെങ്കിൽ ഫേസ്ബുക്കിലും വാട്സപ്പിലൊക്കെ വൈറലായിട്ടുള്ളൊരു പാട്ടില്ലേ, ഇനി വരുന്നൊരു തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. ഒരു മോളിങ്ങനെ ഭംഗിയായിട്ട് പാടുന്നുണ്ടത്, ഇനി വരുന്ന തലമുറയ്ക്ക് ഇവിടെ വാസം സാധ്യമോ. അതെപ്പോഴും ഒരു ചോദ്യചിഹ്നം പോലെ നമുക്ക് നിൽക്കണം. നമ്മൾ കാരണം ഇനി വരുന്ന തലമുറ ഇവിടെ എങ്ങനെയാ പോവുക? നമ്മളുടെ പൂർവികർ സ്നേഹമുള്ളവരെ, അന്ന് അവര് നട്ട മരത്തിന്റെ ഫലങ്ങളാണ് ഇന്ന് ഞാനും നിങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ 25 വർഷം മുമ്പുള്ള പ്ലാവിൽ നിന്ന് ചക്ക നീ കഴിക്കുമ്പോൾ ആ ചക്കയുടെ അല്ലെങ്കിൽ ആ പ്ലാവ് നട്ടവർ ഇന്ന് ലോകത്തില്ല. ഇവിടെ അവര് മൺമറഞ്ഞു പോയിട്ടുണ്ട്. അവർക്ക് വേണമെങ്കിൽ ചിന്തിക്കായിരുന്നു, ഇതിൽ നിന്ന് ഒരു ഫലവും എനിക്ക് കിട്ടില്ല, ഈ ചക്ക വെച്ചിട്ട് ഇത് വലുതായി വരുമ്പോഴേക്കും ഞാനൊക്കെ മണ്ണടഞ്ഞു പോകുന്നു വിചാരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ കാണുന്ന ഒരു പ്രകൃതി രമണീയത ഇവിടെ ഇല്ല. അവര് ഭാവിയെ സ്വപ്നം കണ്ടവരാ. ഇതെനിക്കൊരു ദൗത്യമുണ്ട്. അല്ലെങ്കിൽ ഇപ്പോൾ അബ്ദുൽ കലാം ഒക്കെ നമ്മളോട് പറയില്ലേ, നമ്മുടെ ഈ നാടിൻ്റെ ഭാസുരമായ ഭാവിക്ക് വേണ്ടി നീ അധ്വാനിക്കണം. ഇത് ഈ 2 ചിന്തകളെങ്കിലും ഒന്ന് മനസ്സിൽ നമുക്കൊന്ന് സ്റ്റിക്ക് ഓൺ ചെയ്യാൻ പറ്റുമോ? ഒന്ന് പറഞ്ഞത് ഇത്രയേ ഉള്ളൂ, നമ്മൾ ഇപ്പോഴായിരിക്കുന്ന ചുറ്റുവട്ടത്തെ ഒന്ന് ഭംഗിയാക്കാനായിട്ട് നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ആഗ്രഹം ഉണ്ടാവുക. 2, ഭാവി ഒന്ന് ഭാസുരമാക്കാനായിട്ട് നമ്മൾ കഴിഞ്ഞ് കടന്നു പോകുമ്പോൾ പറയണം, അത് ആ വ്യക്തി കാരണം, ഈ ഒരു വ്യക്തി കാരണം ഇതിങ്ങനെയൊക്കെ ഇവിടെ ഈ നാട്ടിൽ ഇങ്ങനെ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു ആത്മീയത ഉണ്ടാവണം. ദൈവം നമ്മൾ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു മിനിറ്റ് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, അങ്ങ് അത്തിവൃക്ഷത്തെ ശപിച്ചതുപോലെ ഒരിക്കലും ഞങ്ങളെ നോക്കി ശപിക്കുന്നതൊന്നും ചെയ്യാൻ ഇടവരുത്തരുതേ. ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ വഴി മറ്റുള്ളവർക്ക് ഫലം നൽകുന്നവരായി തീരട്ടെ. ഞങ്ങളാകുന്ന വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ അനേകം മനുഷ്യർ ചേക്കേറുന്ന അനുഭവം, ആ വൃക്ഷത്തിൻ്റെ തണൽ അനുഭവിക്കാൻ ഇടവരുത്തുമാറാകട്ടെ. ഞങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കുന്നവരായി അനേകർ മാറാൻ ഞങ്ങളെ ഒരുക്കട്ടെ. പരിശുദ്ധ മറിയമേ, ഹവ്വ ചെയ്ത പാപത്തിൻ്റെ കറ നീക്കാനായി മണ്ണിൽ വന്ന പരിശുദ്ധ അമ്മേ, പുതിയ ഹവ്വയായ അമ്മയെപ്പോലെ അമ്മയുടെ ചൈതന്യം വിളമ്പുന്ന മക്കളായി തീരാൻ ഇപ്പോൾ ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരെയും ശക്തിപ്പെടുത്തട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.